പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, ബുക്ക് ഓഫ് ആക്ട്സ്, ചാപ്റ്റർ 2 വേഴ്സസ് 42 through 47. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നോക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്യും. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. Reverential awe came over everyone, and many wonders and miraculous signs came about by the apostles. All those who believed were together and held everything in common. And they began selling their property and possessions and distributing the proceeds to everyone as anyone had need. Every day they continued to gather together by common consent in the temple courts, breaking bread from house to house, sharing their food with glad and humble hearts, praising God and giving and having the good will of all people. And the Lord was adding to their number every day those who were being saved. Thank you. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, ബുക്ക് ഓഫ് ആക്ട്സ്, പുതിയ നിയമസഭയുടെ ഏക ദൈവനിശ്വാസീയമായ ചരിത്ര ഗ്രന്ഥമാണ്. ദ ഓൺലി ഇൻസ്പയർഡ് ഹിസ്റ്റോറിക്കൽ ബുക്ക് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന പുസ്തകം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ്. In the Gospels we see the doctrines, especially the teachings of our Lord Jesus Christ. But in the book of Acts we see the life and ministry of apostles and the beginning of the New Testament church. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് പുതിയ നിയമസഭയുടെ ഉദ്ഘാടനം. The book of Acts chapter 2 we see the inauguration, the origin of the New Testament church. 2-ാം അധ്യായത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. പെന്തിക്കോസ്ത് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് നമ്മൾ കാണുന്നത് 2-ാം അധ്യായത്തിലാണ്. ഇന്ന് ഈ ദിനം May 23 ലോകം മുഴുവൻ പെന്തിക്കോസ്ത് ദിനമായി ആചരിക്കുകയാണ്, എസ്പെഷ്യലി ക്രിസ്തീയ ലോകം. 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായതിൻ്റെ ഓർമ്മയ്ക്കായി ലോകം പെന്തിക്കോസ്ത് ദിനം ആചരിക്കുന്ന ദിവസമാണ് May 23. നമ്മൾ ഈ 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ we see an ideal Christian church, or we can see the pattern or the prime elements of a New Testament church. ഒരു പുതിയ നിയമസഭയ്ക്ക് എന്തുണ്ടായിരിക്കണം എന്ന് പറയുന്ന ഭാഗമാണ് Book of Acts chapter 2 verses 42 onwards. ശ്രദ്ധിക്കുക. പാറ്റേൺ ഓഫ് എ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്, പ്രത്യേകിച്ച് ഒരു ലോക്കൽ ചർച്ച്, ഒരു പ്രാദേശിക സഭയ്ക്ക് എന്തുണ്ടായിരിക്കണം, അതിൻ്റെ റിക്വയർമെന്റ്സ് എന്താണ്, അതിൻ്റെ എലമെന്റ്സ് എന്താണ് എന്ന് വിശദീകരിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 2000 വർഷം കഴിഞ്ഞതുകൊണ്ട് വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല, അവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. റൈറ്റ്? കണ്ടീഷൻസ് ഒരിക്കലും മാറത്തില്ല, പക്ഷെ സിറ്റുവേഷൻസ് ഒക്കെ മാറും. നമുക്ക് മടങ്ങി വരാം. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം
After the ascension of Jesus Christ, the apostles, a group of people, they were around 120 people. They were waiting for the outpouring of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അതൊരു 10 ദിവസത്തോളം നീണ്ടു നിന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ, അഥവാ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ 50-ാമത്തെ ദിവസം, അതുകൊണ്ടാണ് പെന്തിക്കോസ്ത് എന്ന പേര് തന്നെ ഉണ്ടായത്. പെൻഡ മീൻസ് 5, പെൻഡി മീൻസ് 50. പെൻഡാറ്റുക് എന്ന് പറഞ്ഞാൽ 5 പുസ്തകങ്ങളെന്നും, പെൻഡി എന്ന് പറഞ്ഞാൽ 50 എന്നും ആകും. പെന്തിക്കോസ്ത് ഉണ്ടായി. ഓക്കെ, അത് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ്, ആത്മാവിന്റെ പകർച്ചയാണ്. അന്നത്തെ ഒരു പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ആത്മനിറവിന്റെ ഒരു പ്രസംഗം. അത് ചെയ്തത് മറ്റാരുമല്ല, പത്രോസാണ്. മോഡൽ ക്രിസ്ത്യൻ സെർമൺ എന്നൊക്കെ അതിനെ വിളിക്കുന്നത്. നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കേണ്ട ഭാഗമാണ്. മോഡൽ ക്രിസ്ത്യൻ സെർമൺ, ക്രിസ്തീയ സഭയുടെ ഒരു മാതൃകാ പ്രസംഗം നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാം. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ പുതിയ നിയമസഭ, ഒരു സഭയിൽ നാം അംഗമായിരിക്കുമ്പോൾ what we expect from that church, നമ്മൾ ആ സഭയിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് നോക്കാം. ഓരോന്ന് ശാന്തമായിട്ട് 4 കാര്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം, പിന്നെ വിശദീകരിക്കാം. ഫസ്റ്റ് വൺ, they were continually devoting themselves to the apostles' teaching. അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലിന് തങ്ങളെ തന്നെ ദിനം പ്രതി അവർ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. സെക്കൻഡ് വൺ, they were continually devoting themselves to fellowship. കൂട്ടായ്മയ്ക്ക് അവരെ ദിനം പ്രതി ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. Number 3, they were continually devoting themselves to the breaking of bread. അവർ കൂടി വരുമ്പോഴൊക്കെയും ഹോളി കമ്മ്യൂണിയന്, ലോർഡ് സപ്പറിന്, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് എന്ന ശുശ്രൂഷയ്ക്ക് അവർ പ്രാധാന്യം കൊടുത്തിരുന്നു. ഫോർത്ത് വൺ, they were continually devoting themselves to prayer. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് 4 കാര്യം കിട്ടിയെന്ന്. ഒന്നുകൂടെ പറയാം. അപ്പോസ്റ്റൽസ് ടീച്ചിങ്, ഫെലോഷിപ്പ്, ഹോളി കമ്മ്യൂണിയൻ ആൻഡ് പ്രയർ. ഇത് ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 4 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതാണ് ഒരു പുതിയ, ഏറ്റവും കുറഞ്ഞത് ദൈവവചനത്തിന്റെ പ്രസംഗം, കൂട്ടായ്മ, ഹലോ, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ഓർ ദ ഹോളി കമ്മ്യൂണിയൻ, പ്രയർ. ഓക്കെ, നമുക്ക് ഓരോന്നിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. 1-ാം നൂറ്റാണ്ടിലെ സഭ കാതോർത്തിരുന്നു. They were eagerly waiting to hear from the apostles. അപ്പോസ്തലന്മാരിൽ നിന്ന് കേൾക്കാൻ അവരിങ്ങനെ വളരെ ആകാംക്ഷയോടെ ഇരിക്കുക, വളരെ ജിജ്ഞാസയോടെ. എന്താ കാര്യം? It is the responsibility of the pastor or the apostle to teach the word of God. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാൻ ദൈവം തന്റെ സഭയ്ക്ക് ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷക വൃന്ദങ്ങളാണ് പാസ്റ്റർമാരെ, അപ്പോസ്തലന്മാരെ. ശ്രദ്ധിക്കണേ, ഇത് അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്വമാണ്. They are called to do that. അത് ചെയ്യാനായിട്ട് അവർ വിളിക്കപ്പെട്ടിരിക്കുക. അവരുടെ ജോലി അതാ. സംശയമുണ്ടോ? വായിച്ചേ, ആക്ട്സ് ചാപ്റ്റർ 6 വേഴ്സ് 4. ഒന്ന് വായിക്കണേ, ആക്ട്സ് ചാപ്റ്റർ 6 വേഴ്സ് 4. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ പറയാ, we will devote our time to prayer and for the ministry of the word of God. അപ്പോസ്തലന്മാരുടെ, പാസ്റ്റർമാരുടെ ഉത്തരവാദിത്വമാണ് പ്രാർത്ഥിക്കുകയും വചനം ശുശ്രൂഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, they are the custodian of the word of God. ഈ ദൈവത്തിന്റെ വചനത്തെ വചനമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം
പുരോഹിതന്മാർക്കുണ്ട്. ഒരു പുതിയ നിയമസഭ എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് പ്രാധാന്യമുണ്ട്, വർഷിപ്പിന് പ്രാധാന്യമുണ്ട്, അവിടെ ഹോളി കമ്മ്യൂണിയന് പ്രാധാന്യമുണ്ട്, അവിടെയുള്ള ആത്മീയ ശുശ്രൂഷകൾക്കെല്ലാം പ്രാധാന്യമുണ്ട്. പക്ഷെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്, പ്രീച്ചിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. സ്തോത്രം. ഇന്ന് രാവിലെ നമ്മൾ ദൈവാരാധനയിൽ എന്ത് പ്രതീക്ഷിച്ചോണ്ടാണ് ഇവിടെ വന്നത്? നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോണ്ടാണ് ഇവിടെ വന്നത്? ഈ ആരാധനാലയത്തിൽ ഇന്ന് രാവിലെ നമ്മൾ കാല് ചവിട്ടിയപ്പോൾ നമുക്ക് എന്താ പ്രതീക്ഷയുള്ളത്? ദൈവത്തിന്റെ വചനമൊന്ന് കിട്ടണമല്ലേ? സ്തോത്രം. The word of God is the spiritual food that will nourish our soul and spirit. Praise the Lord. നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും നറിഷ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. പക്ഷേ മറുവശം, do you have an interest to listen the word of God? Do you have an eagerness to receive the word of God? Praise the Lord. സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടോ? ജീസസ്. Pastors, teachers, apostles, they are the safe guardians. They are the custodians of the word of God. They will receive from the Lord. They will sit in the presence of the Lord and receive the word of God from the Almighty God. Praise the Lord. അവർ കർത്താവിൽ നിന്ന് വചനം പ്രാപിച്ചുകൊണ്ടാണ് വരുന്നത്. എന്തെങ്കിലും കേട്ടത് വിളിച്ചു പറയുകയല്ല. ഞാൻ മിക്കവാറും ദിവസം മനോരമ വായിക്കുന്ന ആളാ. പക്ഷേ മനോരമ പ്രസംഗിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. Praise the Lord. It is my responsibility to preach, to teach the word of God. ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാനാണ് ഇന്ന് രാവിലെ സമയം ഞാൻ ഇവിടെ നിൽക്കുന്നത്. വചനത്തിനകത്ത് എന്തുണ്ട്? വചനത്തിനകത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ട് സഹോദരന്മാരെ, ഇൻസ്ട്രക്ഷൻ ഉണ്ട്. വചനത്തിനകത്ത് കറക്ഷൻ ഉണ്ട്. ഒരപ്പനും മോനും എന്നുള്ള ബന്ധമാണ് പാസ്റ്ററും വിശ്വാസിയുമായിട്ടുള്ള ബന്ധം. നിങ്ങൾ തകരാനല്ല, നിങ്ങൾ സ്വർഗത്തിൽ പോകാനാണ് കറക്റ്റ് ചെയ്യുന്നത്. കൊച്ചു കുഞ്ഞ് സ്വപ്നം കണ്ട ദർശനം കണ്ട കാര്യം ഇവിടെ പറഞ്ഞല്ലോ, വിഷയം കണ്ട കാര്യം പറഞ്ഞല്ലോ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്, ലിസൺ കെയർഫുള്ളി. ദൈവത്തിന്റെ വചനം കറക്ഷന് വേണ്ടിയാ. വചനം കേൾക്കുമ്പോൾ ഒന്ന് ഞെളിപിരി കൊള്ളുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബെനിഫിറ്റ്. അല്ല, വചനം കേൾക്കുമ്പോൾ നമ്മളെ കംഫർട്ട് ചെയ്യുകയാണെങ്കിൽ, എന്നും ഇങ്ങനെ കംഫർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംതിങ് റോങ് സംവെയർ. ജീസസ്. എല്ലാവർക്കും മനസ്സിലാകുന്നില്ല? പ്ലീസ് 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 പ്ലീസ്. ഈ വചനത്തെ റിസീവ് ചെയ്യാൻ മനസ്സ് നമുക്കുണ്ടോ? ഉണ്ടെന്ന് ഞാൻ തെളിയിക്കാം. ഉണ്ടോ ഇല്ലയോ നമുക്ക് തന്നെ തെളിയിക്കാം. ഇന്ന് രാവിലെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ എവിടാ? നമ്മുടെ അറ്റൻഷൻ എവിടാ? സഹോദരന്മാരെ, സഹോദരിമാരെ, നിത്യനായ ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ എഴുതി, പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം കൊണ്ട് ദാസന്മാരെ കൊണ്ട് എഴുതിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന തിരുവെഴുത്തുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എല്ലാ ഞായറാഴ്ചയും പ്രസംഗമുള്ളത് കൊണ്ട് ഇതിനെ ഈസിയായിട്ട് കാണരുത്. ജീസസ്. വചനത്തെ കുറിച്ച് 2-3 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. What is your response? What is your attitude towards the word of God? Praise God. ഒന്നെടുത്തേ ഐശയ്യ chapter 66. ഐശയ്യ പ്രവചനം 66-ാം അധ്യായം verses 1 and 2 please. സ്വർഗം എന്റെ സിംഹാസനം, heaven is my throne and earth is my footstool. അപ്പൊ നമ്മളെല്ലാം എവിടെ ഇരിക്കുന്നേ? ഹലോ, എവിടാ നമ്മൾ ഇരിക്കുന്നതെന്ന്? We are sitting in the presence of God. ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നെന്ന്. പക്ഷെ ഇരിപ്പ് കണ്ടാൽ എനിക്കങ്ങനെ തോന്നാറില്ല പലപ്പോഴും. വചനത്തോടുള്ള നമ്മുടെ പ്രതികരണം കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നാറില്ല. ഓരോ
ജീസസ്. ഓ, സ്വർഗം അവന്റെ സിംഹാസന, ഭൂമി അവന്റെ പാദപീഠം. അടുത്തത് വായിച്ചു. ദൈവം ചോദിക്കുക, എത്ര മനോഹരമായ ആലയം നിങ്ങൾക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും? അടുത്തത് എവിടെ എന്നെ ഒന്ന് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്, എന്നെ ഒന്ന് കൺസ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടോന്ന് അതിന്റെ അർത്ഥം. അടുത്തത് ഓ, ഇതെല്ലാം എന്റെ കൈ ഉണ്ടാക്കിയതാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇതെല്ലാം എന്റെ കൈ ഉണ്ടാക്കിയത്. അടുത്തത് ഇതെല്ലാം ഉളവായത് എന്റെ കൈ ഉണ്ടാക്കിയത്. അടുത്തത് എങ്കിലും ഇന്ന് രാവിലെ ഞാൻ പ്രസാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് പറയാനാണ് ഈ വാക്യം വായിച്ചത്. അരിഷ്ടൻ, മനസ്സ് തകർന്നവൻ, എന്റെ വചനത്തിന്റെ മുന്നിൽ വിറയ്ക്കുന്നവൻ. പെന്തിക്കോസ്ത് ആരാധനാലയത്തിൽ സഭായോഗത്തിന് വന്നിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കമന്റ് പാസാക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ മേൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ കരം നിലവിലുകൊണ്ട് പറയുക, കുഞ്ഞെ, വചനത്തിന് മുന്നിൽ വിറയ്ക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. ഇത് ജോർജ് മോഹച്ചന്റെ വചനമല്ല, നിത്യമായ ദൈവത്തിന്റെ വചനമാണ്. IPC ഹെബ്രോൻ ഹാളിൽ ഒറ്റ ദിവസം പ്രസംഗിച്ചുള്ളെങ്കിലും ഉയർത്തിയാൽ പറയുന്നു, ഇത് ന്യായം വിധിക്കുന്ന പുസ്തകമാണ്. ജീസസ്. എന്തിനാണ് ഈ രാവിലെ ഇവിടെ വന്നിരിക്കുന്നത്? അറ്റൻഡൻസ് കൊടുക്കാനാണോ വന്നിരിക്കുന്നത്? പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി, വചനത്തിന് മുമ്പിൽ വിറയ്ക്കാത്ത നിന്നെ ഇന്ന് രാവിലെ സ്വർഗ്ഗം കാണുകയാ. ജീസസ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ഇവിടെ വളരെ ശക്തമായി പ്രസംഗിക്കുമ്പോൾ കമന്റ് പാസാക്കിക്കൊണ്ടിരിക്കാനല്ല നീ ഹോളിൽ വന്നത്. നിനക്കുള്ള സ്ഥലം വേറെ പലതുമാണ്. നിനക്കുള്ള സ്ഥലം ഈ ഹോളല്ലെന്ന് ഇന്ന് രാവിലെ ദൈവമക്കൾ തിരിച്ചറിയണം. ജീസസ്. വചനത്തിൽ വിറയ്ക്കുന്നവൻ. വായിക്കാം, വേഴ്സ് 5, 5-ാമത്തെ വാക്യം. ആരാ കേൾക്കണ്ട? അല്ലാത്തവരാരും കേൾക്കണ്ട. വചനത്തിന്റെ മുമ്പിൽ നിനക്ക് വിറവൽ തോന്നുന്നെങ്കിൽ ട്രംബിൾ ബിഫോർ ദ വേർഡ് ഓഫ് ഗാഡ്. ഇസ്രായേൽ മക്കളെ ദൈവം പ്രവാസത്തിലേക്ക് അയച്ചു കേട്ടോ. സ്തോത്രം. ദൈവം പ്രവാസത്തിലേക്ക് അയച്ചു. God sent the people of Israel to Babylon in exile. You read 2 Chronicles chapter 36, I think so. Chapter 36. അതിനകത്ത് 6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. There are 6 reasons. എല്ലാം ഞാൻ വായിക്കുന്നില്ല. 6 കാര്യങ്ങൾ പറഞ്ഞതിൽ 2 കാര്യങ്ങൾ ഞാൻ പറയാം. 36-ന്റെ 11-ാമത്തെ വാക്യം. 2 Chronicles chapter 36 verse 11. 2 Chronicles chapter 36 ആണ് വായിക്കുന്നത്. ഓക്കെ, അത് വായിച്ചോ 11-ാമത്തെ വാക്യം, verse 11. അടുത്തത് ആരെ? വായിച്ചു തുടങ്ങിയ ആള്. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത്. എല്ലാം വായിക്കുന്നില്ല, നമുക്കൊന്ന് വായിച്ചു നോക്കാം. verse 12. പന്ത്രണ്ടാമത്തെ വാക്യം. 12. ശ്രദ്ധിക്കണേ. ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ശ്രദ്ധിക്കുക, അത് പറയാനാ. യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാവിന്റെ മുൻപിൽ ഒരു കച്ചിത്തുരുമ്പി വേദപുസ്തകമായിട്ട് ഈ സ്റ്റേജിൽ കയറി നിന്നാലും പ്രൈസ് ദി ലോർഡ് അവന്റെ മുൻപിൽ സമർപ്പിക്കുവാൻ, ആ വചനത്തിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിന്നോട് ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്. ഒരു കച്ചിത്തുരുമ്പ് ദൈവത്തിന്റെ വചനവുമായി ഈ സ്റ്റേജിൽ കയറി നിന്നാൽ അവന്റെ മുൻപിൽ തന്നെ സമർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ IPC ഹെബ്രോനുള്ള ദൈവമക്കളോട് ദൂത് പറയുക. He did not humble before prophet Isaiah who spoke the word of God. ദൈവത്തിന്റെ വചനം പറഞ്ഞ യിരെമ്യാവിന്റെ മുൻപിൽ തന്നെ സമർപ്പിച്ചില്ലെന്നുള്ള കാരണമാണ് അവർ പ്രവാസത്തിലേക്ക് പോയത്. ജീസസ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണ ദൈവമക്കളെ. സെക്കൻഡ് വൺ, 2-ാമത്തെ കാര്യം, അതിന്റെ 13-ാമത്തെ വാക്യം. ഞാൻ എല്ലാം വായിക്കണ്ട. 16-ാമത്തെ വാക്യം, verse 16. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ മാലാഖമാരുടെ കാര്യമല്ലത്. ഇവിടെ ഏഞ്ചൽസ് എന്നെഴുതിയിരിക്കുന്നത് ദ മെസ്സഞ്ചേഴ്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം പറഞ്ഞ ദൂതന്മാരെ എന്ത് ചെയ്തു? പരിഹസിച്ചു.
കുഞ്ഞേ, സഹോദര, സഹോദരി, praise the Lord, don't mock at the word of God. Don't ridicule the pastors and teachers and apostles of the word of God. Praise the Lord. എത്ര പേർക്ക് ഇന്ന് രാവിലെ ദൂത് മനസ്സിലാകുന്നുണ്ട്? കുഞ്ഞേ, ഇന്ന് രാവിലെ മത്സരിക്കാനുള്ള സ്ഥലം ആമേൻ ദൈവത്തിന്റെ വചനത്തിന് മുൻപല്ല. Praise the Lord. എന്തുകൊണ്ട് ദൈവത്തെ പ്രവാസത്തിലേക്ക് അയച്ചു? ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ പ്രവാസത്തിലേക്ക് വിടുന്നതിന് മുമ്പ് മാനസാന്തരപ്പെടാൻ ദൈവം ഒരു അവസരം തരികയാണ്. ജീസസ്. രണ്ട് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. The first one, they did not humble before Jeremiah the prophet who spoke the word of God. Second one, they continually mocked the messengers of God. സ്തോത്രം. തകൃതിയായ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ശക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിന് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പലകാലം ലോകകാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ നിനക്ക് പറ്റിയ സ്ഥലം ഈ ബെഞ്ചല്ലെന്ന് ഓർത്തോളും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഇത് മനസ്സിലാകുന്നുണ്ട്? അതിശക്തമായ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസംഗം ഈ ഹോളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേ ഇന്ന് പലകാലം മറ്റ് പല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കിരിക്കാനുള്ള സ്ഥലമല്ല ഈ ബെഞ്ച്. Praise the Lord. Apostles are appointed to teach the word of God. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാൻ ദൈവോടെ ആക്കിയിരിക്കുക. ഇതിനകത്ത് കറക്ഷൻ ഉണ്ട് സഹോദരന്മാരെ. ഇനി മറുവശം കൂടെ പറഞ്ഞേക്കാം. അവരെന്തെങ്കിലും ചെയ്താൽ ദൈവം അത് ചോദിച്ചോടും. They are accountable to God. They are accountable to God. നിങ്ങളെക്കാൾ കൂടുതൽ ശിക്ഷിക്കുന്നത് പാസ്റ്റർമാരെയാണെന്ന് നിങ്ങൾ മറക്കരുത്. നിങ്ങളെക്കാൾ കൂടുതൽ കണക്കി ചോദിക്കുന്ന പാസ്റ്റർമാരാണെന്ന് നിങ്ങൾ മറക്കരുത്. ഇത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് ഇടപെട്ടൊരു ചിന്തയുണ്ട്. പഴയ നിയമത്തിൽ ആമോസ് പ്രവാചകനോട് വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ആടിനെ നോക്കാൻ പോയ ഇടയൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നിനെ ചെന്നായി പിടിച്ചുകൊണ്ട് പോയാൽ ആ ഇടയൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതിന്റെ കാലോ എങ്കിലും ഉടയവന്റെ അടുക്ക കൊണ്ടുവരും. Are you with me? അതിന്റെ ഒരു കാലോ കിട്ടിയുള്ളെങ്കിൽ അതെങ്കിലും യജമാനന്റെ അടുക്കൽ കൊണ്ടുവരും. എന്താ കാര്യം? എന്നെ ഏൽപ്പിച്ച ഈ ആടിനെ ഒരു കാമേൻ ക്രൂരമുഖം പിടിച്ചുകൊണ്ടുപോയി രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിന്റെ കാതെങ്കിലും ഇതാ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു പറയാനുള്ള റെസ്പോൺസിബിലിറ്റി പാസ്റ്റർമാർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇതിനാവിലെ ഇത് മനസ്സിലാകുന്നുണ്ട്? എന്നെ ഏൽപ്പിച്ച ദൈവത്തിന് ആട്ടിൻകൂട്ടത്തെ കുറിച്ച് എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ വിറയ്ക്കുന്ന ദൈവമക്കളെയാണ് ദൈവത്തിന് വേണ്ടത്. ജീസസ്. ഓ ഹല്ലേലൂയ. എല്ലാവരും കർത്താവിന്റെ വചനത്തിന് മുൻപിൽ ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കണേ. ദൈവമാരില്ല പ്രസാദിക്കുന്നവരെയാമോ സഹോദരന്മാരെ? വചനത്തിന് മുമ്പ് വിവരിക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. ഞാൻ ഒരു വാക്യം വായിച്ചേൽപ്പിയ Psalms 119:72. The law of your mouth is better to me than thousands of gold and silver pieces. മലയാളം 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വചനം എനിക്ക് എത്രയോ പ്രിയമാകുന്നു. സൗജന്യമായ ദൈവത്തിന്റെ വചനം, സൗജന്യമായ ദൈവത്തിന്റെ വചനം ഇവിടെ ഇരുന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ കാതുകൾ കേൾക്കത്തക്കതുപോലെ വളരെ ഫ്രീയായിട്ട് അവന്റെ വചനം നിനക്ക് തന്നിട്ട് ഇന്ന് വലക്കാലം നിനക്ക് അതിനോട് പ്രിയമുണ്ടോ? Praise the Lord. Thank you Jesus. ഞാൻ മടങ്ങി വരട്ടെ, എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ഉപദേശം. സഹോദരന്മാരെ, അങ്ങനെ ഇല്ലാത്തൊരു സഭയെന്ന് വിളിക്കരുത്. എല്ലാം പാട്ടും എല്ലാം ആരാധനയും എല്ലാം നൃത്തവും എല്ലാം വിടുതലും മാത്രമേ ഉള്ളെങ്കിൽ വചനമില്ലാത്ത സഭയല്ല. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. We need to give much more importance to the word of God. കാരണം ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ ചൈതന്യപ്പെടുത്തുന്നത് എന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. അവരപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഇനി അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഒരു ഡ്യൂട്ടി കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് റീഡ് വേഴ്സ് 43. Acts chapter 2 verse 43. എന്ത് ചെയ്തെന്ന? God used them to do certain wonders and miracles. നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ടെങ്കിൽ
ഒരു പേരിനും പ്രശംസയ്ക്കുമല്ല, ദൈവത്തിന്റെ മഹത്വത്തിനായും ദൈവത്തിന്റെ പദ്ധതിക്കായും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതലുകൾ ദൈവം അയച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരു പേരിനും പ്രശംസയ്ക്കും വേണ്ടി അല്ല സഹോദരന്മാരെ, ആരുടെയും സാക്ഷ്യം കേൾക്കാനില്ല. ഇവിടെ ഒരാളിനെയും കൊണ്ടൊന്ന് സാക്ഷ്യം പറയിക്കാറില്ല. സൗഖ്യമായോ എന്ന് പറയുന്നില്ല. എന്താ കാര്യമെന്നറിയാമോ? ഇത് നമ്മുടെ കാര്യമല്ല, ഇത് ദൈവത്തിന്റെ കാര്യമാ. നിന്റെ മേലൊരു അഭിഷേകം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെക്കാലം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്റെ വചനത്തെ ദൈവം ഉറപ്പിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാതെ പോകരുത്. ദൈവം അപ്പോസ്തലന്മാരെ അടയാളങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ചെന്ന്. ഇതകത്ത് മാത്രമല്ല, നമ്മുടെ ധാരണ ഇത് പെന്തിക്കോസ്ത് ഹോളിനകത്ത് മാത്രമേ നടക്കത്തുള്ളൂ. നിന്നോ, ഇത് വെളിയിലും നടക്കും. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, ദൈവം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് പകൽക്കാലം മാറിപ്പോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് പകലും മാറിപ്പോയിട്ടില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഹോളിൽ അവന്റെ കരത്തിന്റെ വല്ലഭത്തെ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ രോഗം എന്താണെന്ന് എനിക്കറിയണ്ട, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയണ്ട. അത് ചോദിച്ചേച്ച് പ്രാർത്ഥിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ കർത്താവിനോട് പറഞ്ഞാൽ മതി. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, ദൈവം എന്നെ അയച്ചപ്പോൾ എന്നെ അഭിഷേകത്തോട് അയച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ കൃപയിൽ നിൽക്കുന്നിടത്തോളം കാലം അഭിഷേകം വ്യാപരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാ. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ വിലയേദാസൻ മുണ്ടിപ്പള്ളി ചാക്കോച്ചാൻ എന്ന് പറഞ്ഞ ദൈവദാസനാണ് എന്റെ തലയിൽ കൈവച്ച് എന്നെ ഓർഡൈൻ ചെയ്തത്. നമ്മുടെ ദൈവദാസന്മാർക്കറിയാം, പ്രായമുള്ള ദൈവദാസന്മാർക്കൊക്കെ അറിയാം. മുണ്ടിപ്പള്ളി ചാക്കോച്ചാൻ അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഓർഡിനേഷൻ വേണ്ടി നിൽക്കുമ്പോൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ഞാനൊരു സഭയുടെ പാസ്റ്ററായി പല വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർഡിനേഷൻ കിട്ടിയത്. അതിൻ്റെ ഇതൊന്നും പറയാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. നിൽക്കുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ പാട്ട് തന്നു. ഞാൻ മുമ്പൊരിക്കൽ അത് പാടിക്കേപ്പിച്ചതാണ്. അർപ്പണം ചെയ്യുന്നാൽ മതിയോകാൽ അല്പം എനിക്കിന്നുള്ളതെല്ലാം. ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴോട്ട് വീഴുകയാണ്. സ്തോത്രം. ഒരു പാഴ്സനേജിൽ ഞാൻ പാർക്കുമ്പോൾ മുണ്ടിപ്പള്ളി ചാക്കോച്ചായൻ എന്ന ദൈവദാസൻ വലിയൊരു ജനസമൂഹത്തിന് നടുവിൽ വെച്ച് ഒരു വലിയ മാസ്യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലയിൽ കൈവയ്ക്കാൻ വരുമ്പോൾ, അതിനു മുമ്പേ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം, ഞാൻ ഓർത്തോണ്ടൊന്നും പോയാലും പാട്ട് ദിവസം നോക്കിയോണ്ടൊന്നും പോയതല്ല, പെട്ടെന്ന് ദൈവം ആത്മാവിൻ്റെ ഹൃദയത്തിൽ ആ പാട്ട് തന്നു. അർപ്പണം ചെയ്യുന്നാൽ മതിയോകാൽ അല്പം എനിക്കിന്നുള്ളതെല്ലാം, ഉന്നതനേ തവ സേവയും ജീവിതം ഒന്നു മതി എനിക്കുലകിൽ. സഹോദരന്മാരെ, പട്ടിണി കിടന്നാലും സുവിശേഷം പ്രസംഗിക്കണമെന്നൊരാഗ്രഹമേ എനിക്കുള്ളൂ. കടൽ തീരത്ത് പോയി ട്രാക്റ്റ് വിതരണം ചെയ്താലും യേശുവിനെ അറിയിക്കണമെന്ന് മാത്രമേ ജീവിതത്തിൽ ആഗ്രഹമുള്ളൂ. ഇന്ന് ഒരു കാലം ആ ദൈവദാസൻ, ഞാൻ പറഞ്ഞു വന്നത്, ആ ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഓർഡിനേഷൻ കണ്ടിട്ടുള്ളവരുണ്ടോ? സ്തോത്രം. കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എല്ലാ ചോദ്യങ്ങളുടെയും കൃപയിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മറുപടി പറയേണ്ടത്. ഏറ്റവും ഒടുവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്ന ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ഒരു വേള നിന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും നീ തയ്യാറാണോ? മുട്ടയിൽ നിന്നുകൊണ്ട് ഏറ്റുപറയണം, കൃപയിൽ ആശ്രയിച്ച് ഞാൻ തീരുമാനിക്കുന്നുവെന്ന്. സ്തോത്രം. അത് കഴിഞ്ഞാൽ ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞൊരു വാചകം ഞാൻ ഇന്നും മറന്നിട്ടില്ല. കർത്താവേ, ഇവൻ പോയി സുവിശേഷം പറയുമ്പോൾ ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. കർത്താവേ, ഇവൻ പോയി പ്രാർത്ഥിക്കുമ്പോൾ പാപികൾ മനസ്സാന്തരപ്പെടണം. കർത്താവേ, ഇവൻ പോയി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം. ഞാൻ വിശ്വസിക്കുന്നു, അന്ന് മുതൽ ഇന്ന് വരെ ദൈവം എന്നെ അയച്ച സ്ഥലങ്ങളിലെല്ലാം ഒരു സാക്ഷ്യത്തിനായിട്ടല്ല. ഞാൻ കഴിഞ്ഞ നാളുകൾ ഇന്നടത്തിരുന്നപ്പോൾ ഇങ്ങനെ നടന്ന ഇവിടെ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ കാര്യം വേറൊരുത്തും പോയി പറയത്തില്ല. എന്തിനാ ഇത് പറയുന്നറിയാമോ? അഭിഷിക്തനായ ദൈവദാസൻ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ എന്റെ മേൽ വ്യാപരിച്ച സ്വർഗീയ അഭിഷേകം, ഞാൻ കൃപയിൽ നിൽക്കുന്നിടത്തോളം കാലം എന്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് പലക്കാലം വിശ്വസിക്കുന്ന ദൈവമല്ലേ, നിങ്ങളുടെ ധൈര്യത്തിനായിട്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഈ പലക്കാലം മനോവേദനയോടെ, ഭാരത്തോടെ, സങ്കടത്തോടെ ഈ ഹോളിൽ വന്നെങ്കിൽ ദൈവം നിന്നെ സൗഖ്യമാക്കാനാവത്തില്ല. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് രാവിലെ സമയം അവന്റെ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, അതിന് ആരുടെ സാക്ഷ്യം ആവശ്യമില്ല. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഇന്ന് പലത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഉടമന ഹസ്തരതിയറകല. എല്ലാവരും ഒരു നിമിഷം. ആമേൻ. ഈ പ്രസംഗം ഇവിടെ തീരത്തില്ല. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.